ഏഷ്യൻ വൻകര മറ്റൊരു വലിയ യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് അമർന്നിരിക്കുകയാണിപ്പോൾ. ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പന്മാരായ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും ഭീകര രാഷ്ട്രമെന്ന കുപ്രസിദ്ധി നേടി വീഴാതിരിക്കുവാൻ ജനാധിപത്യമെന്നൊക്കെ പുലമ്പുമെങ്കിലും തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളോ പ്രകോപനങ്ങളോ ഒന്നുമില്ലാതെ കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് താലിബാൻ സേന തിരിച്ചടിച്ചതോടെയാണ് സംഘർഷം ശക്തമായത്. രൂക്ഷമായ പോരാട്ടത്തെ തുടർന്ന് താലിബാൻ സർക്കാരിനോട് തുറന്ന യുദ്ധത്തിനുള്ള മുന്നറിയിപ്പുകൾ വ്യക്തമാക്കിയ പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് ഗസാബ് ലിൽ ഹഖ് എന്ന് പേരിട്ടുകൊണ്ട് പോരാട്ടം ശക്തമാക്കുകയും ഓപ്പറേഷന്റെ ആദ്യ പദത്തിൽ തന്നെ 274 താലിബാനികളെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം രംഗത്തെത്തിയപ്പോൾ 55 പാക് സൈനികരെ കൊല്ലുകയും പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം വീഴ്ത്തുകയും ചെയ്തെന്ന് അവകാശപ്പെട്ടുകൊണ്ട് താലിബാനും രംഗത്തെത്തി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര അതിർത്തിയായ ഡ്യൂറന്റ് രേഖയിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപൽക്കരമായ മേഖലകളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഡ്യൂറന്റിന്റെ രേഖയിൽ ഇപ്പോഴും സൈന്യം സജ്ജരായി നിലകൊള്ളുകയാണെന്നും വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വ്യോമാക്രമണം തുടങ്ങിവെച്ചത് പാകിസ്ഥാനാണെന്നും ഈ ആഴ്ച ആദ്യം അതിർത്തിക്കടുത്തുള്ള ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് പാക് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നും പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ ഉണ്ടായ ആക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് സൈനിക നടപടി ആരംഭിച്ചതെന്ന് പാകിസ്ഥാനിലെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ PTV ന്യൂസും റിപ്പോർട്ട് ചെയ്തു. പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ കൂടാതെ 400-ലധികം പേർക്ക് പരിക്ക് ുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. താലിബാന്റെ 115 ടാങ്കുകൾ തകർത്തതായും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ഗോസ്റ്റ് പ്രവിശ്യയിലെ അൻസാറിലെ 19 പാകിസ്ഥാൻ സൈനിക ഔട്ട് പോസ്റ്റുകളടക്കം മർമ്മപ്രധാനമായ ആസ്ഥാനങ്ങൾ പലതും പിടിച്ചെടുത്തുവെന്ന് താലിബാന്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സർക്കാർ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തതെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കാബൂൾ, പക്തിയ, കാണ്ഡഹാർ തുടങ്ങിയ നഗരങ്ങളിലെ 22 ഇടങ്ങളിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ ഓപ്പറേഷൻ ഗാസിബ് ലിൽ ഹഖ് ശക്തമാക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള പ്രധാന ഗതാഗത കേന്ദ്രമായ തോർഖാം അതിർത്തിയിൽ ഇന്ന് പുലർച്ചെ വെടിവെപ്പും ഷെല്ലാക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമാധാനത്തോടെ ജീവിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളിലേക്കും മറ്റ് ലോകരാഷ്ട്രങ്ങളിലേക്കും തീവ്രവാദം ഫലപ്രദമായി കുത്തിക്കടത്തി അതിൻ്റെ ഗുണഭോക്താക്കളായി വിലസിയ 2 രാജ്യങ്ങൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. അതിൻ്റെ പരിണതഫലമായി പലപ്പോഴും ഇന്ത്യയുടെ വിലപിടിപ്പുള്ള ജീവനുകൾക്ക് തന്നെ വില പറഞ്ഞിട്ടുള്ള രക്തദാഹികൾ തന്നെയായിരുന്നു ഇക്കൂട്ടർ. എന്നാൽ ഏതാനും നാളുകളായി ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ അഫ്ഗാൻ താലിബാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പാകിസ്ഥാൻ യാതൊരു തെളിവുകളുമില്ലാതെ ഇന്ത്യയുടെ പേര് വലിച്ചിഴക്കുക പതിവാണ്. ഇത്തവണയും ഇന്ത്യ പാകിസ്ഥാനുമായി പ്രോക്സി വാർ നടത്തുകയാണെന്ന് ആരോപിച്ച് പാക് പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും അയൽ രാജ്യങ്ങൾ തമ്മിൽ തുറന്ന യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് നമ്മുടെ രാജ്യം.